വെൽക്കം ടു SFX. ഇന്ന് നമ്മൾ മഹേശ്വരി ആൻഡ് ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വേർതിരിക്കുന്ന പോലത്തെ തന്നെ ഞാൻ ചന്ദേരി സിൽക്ക് ആണെന്ന് വേർതിരിക്കുന്നത്. സോ നമുക്ക് സ്ട്രൈപ്സിന്റെ ഡിസൈൻ മാത്രം വരുന്ന സ്ട്രൈപ്സും ബോക്സിന്റെ ഡിസൈൻസും മാത്രം വരുന്ന കളക്ഷൻസ് ആണ്. ഫ്ലോറൽ പ്രിന്റുകളില്ല. ഞാൻ ഇന്ന് വേർതിരിക്കുന്നത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ചോദിക്കുമല്ലോ. സോ ഇന്നൊരു ആ ഒരു ടൈപ്പ് മാത്രം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിക്കോസ് ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് ആ ബോർഡർ ഇഷ്ടമല്ല, ഈ ബോർഡർ ഇല്ലാണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റില്ലേ. അത് ആക്ച്വലി സൈഡിലാണ് ബോർഡർ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ബോർഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിനെ എൻറ്റയർലി അതിനെ മാറ്റി കളയുന്ന ഒരു സംഭവമാണ് ഈ ബോർഡർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഒത്തിരി പേരും അത് ഉപയോഗിക്കാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ അതും കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ എല്ലാത്തിലും അത്ര ഭംഗിയാവണമെന്നില്ല. ചിലതിൻ്റെയൊക്കെ ബോർഡർ നമുക്ക് നന്നായിട്ട് ആ മെറ്റീരിയലിനെ കംപ്ലീറ്റ്ലി മാറ്റി കളയാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് അതിനകത്തുള്ള ബോർഡർ കൊടുത്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇത് വെറുതെ സ്ട്രൈപ്സ് മാത്രം വരുന്നൊരു സെറ്റായിരുന്നു. അതിന് ഞാൻ ആ ബോർഡർ യൂസ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. കാരണം ഒരു വെറുതെ സ്ട്രൈപ്സ് പോലെ മാത്രം വരുന്ന ഒരു സെറ്റിനെ ഒരു ബോർഡർ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി. ആൻഡ് അതിലേക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്ലൂ തന്നെയാണ് ഞാൻ ബോട്ടവും കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ബോട്ടവും ഞാനൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി. ഇതിനെ കംപ്ലീറ്റ് മാറിപ്പോയി ഇല്ല. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റുകളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ബോർഡറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം അടിപൊളിയായിട്ട് ഒരു ഫോർമൽ ആൻഡ് കാഷ്വൽ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയാണ് കേട്ടോ. ആൻഡ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലേക്ക് തന്നെ ഇങ്ങനെ ബോക്സിന്റെ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. അതിന്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്രിക്ക് കളറിലേക്കാണ് ബോർഡർ വരുന്നത്. ആൻഡ് കോൺട്രാസ്റ്റ് ഷെയ്ഡായിട്ടൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു ബോക്സ് പോലത്തെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇങ്ങനെ വരും. അപ്പം ഞാൻ ഈ വരുന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡറൊക്കെ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തൊരു ഫോർമൽ ലുക്ക് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. എപ്പോഴും ഫ്ലോറൽ പ്രിന്റുകൾ ഇടുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. അതിലേക്ക് ആ ഒരു യെല്ലോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദുപ്പട്ടയുടെ എൻഡിലായിട്ടും നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഹാൻഡ് ബ്ലോക്കിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കോൺട്രാസ്റ്റ് ആയിട്ടൊരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ നേവി ബ്ലൂ ബോട്ടം ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു യെല്ലോ കോമ്പിനേഷൻ വേണമെങ്കിൽ കൊടുത്ത് നോക്കാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. ബോട്ടം വരുന്നത് ബേജ് കളറിലേക്ക് ഒരു ബ്രിക്ക് കളറാണ് കോമ്പിനേഷൻ. ദുപ്പട്ട പോലെ തന്നെ ഇങ്ങനെ വരുന്നു ബോട്ടം. കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1980. അടുത്ത സിക്സ് ആക്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബേജ് ആൻഡ് ബ്രിക്ക് കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു സിക്സ് ആഗ് ഇങ്ങനെ താഴോട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ആൻഡ് അതിന്റെ ബോർഡർ വരുന്നത് ഇതാണ്, ചെറിയ ബോർഡർ ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ വേണമെങ്കിൽ കൊടുത്താലും നല്ല ഭംഗിയാവും കേട്ടോ. ഈ ഒരു ബോർഡർ ഏതിന്റെ ആണെങ്കിലും ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. സെന്റർ പോർഷനിലേക്ക് വേറൊരു ഡിസൈൻ ആണ്. രണ്ട് സൈഡിലും ആയിട്ട് ബോർഡർ പോലെ ടോപ്പിന്റെ സെയിം കൊടുത്തിട്ട് ഇത് കണ്ടോ, ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ. ഒരു 4-5 ഒരു സെക്ഷൻ പോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സെന്ററിലേക്ക് ബോട്ടം പ്രിന്റും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മസ്റ്റാർഡ് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. ബോട്ടം വരുന്നത് ഈ ഒരു ഡിസൈനാണ്. നല്ലൊരു ക്യൂട്ട് ഡിസൈനാണ് ബോട്ടം ഫാബ്രിക്കിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബ്രിക്ക് ഷെയ്ഡിലുള്ള ബോട്ടം കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു കോട്ടൺ സിൽക്കിൻ്റെയോ അല്ലെങ്കിൽ പോപ്ലിൻ മെറ്റീരിയലൊക്കെ നമുക്ക് ആ ഒരു ബ്രിക്ക് ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. സെറ്റിന്റെ പ്രൈസ് 1980. അടുത്ത മഹേശ്വരി സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വേർതിരിക്കുന്ന പോലത്തെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. ഇത് കണ്ടോ, സെയിം ആ ഒരു സ്ട്രൈപ്സ് പോലെ വന്നിട്ട് സൈഡിലായിട്ട് ബോർഡർ വരുന്ന ഒരു സെറ്റാണ്. ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത്.
സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെയിം ഇപ്പം കിട്ടുന്നില്ല കേട്ടോ, ഇത് ഉണ്ടാവില്ല. ഞാൻ വേറെ തിരിക്കുന്ന സെയിം ഇതാണ് ഇതിൻ്റെ ബോർഡർ. നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു. ഇതൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലെമൺ ഗ്രീൻ വെച്ച് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബോട്ടം ചെയ്താലും നല്ല ഭംഗിയാവും കേട്ടോ. ഇത് വരും ദുപ്പട്ട. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഭയങ്കര ക്യൂട്ട് ഒരു ദുപ്പട്ട. നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാനായിട്ട്. നല്ല സോഫ്റ്റും ആണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് ദുപ്പട്ട. എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രൈപ്സ് പോലെ തന്നെ കൊടുത്തിട്ട് താഴോട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ ടോപ്പിലാണെങ്കിലും ഇത് കണ്ടോ പ്ലെയിൻ ആയിട്ട് ഇരുന്നിട്ട് ഒരു ഭംഗിയിലല്ലേ. ആ ഒരു ബോർഡർ കൊടുത്തപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ ആ ബോർഡർ കൊടുത്തപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ടോപ്പിന്റെ ഒരു ലുക്ക് തന്നെ മാറിയില്ലേ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ആ ബോർഡർ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല ഏതെങ്കിലും പാറ്റേണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ വരുന്നു ബോട്ടം. പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടമാണ്. നിങ്ങൾക്ക് ഈ ബോട്ടം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഇടണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു നേവി ബ്ലൂ കൊടുത്തു എന്നുള്ളൂ ബോട്ടമായിട്ട്. ഇങ്ങനെ വരുന്നു. സെറ്റിന്റെ പ്രൈസ് 2200. അടുത്ത നമുക്ക് ബ്രിക്ക് ഷെയ്ഡിലേക്ക് വരുന്നതാണ്. ബോക്സിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരെണ്ണം കിട്ടിയില്ല എന്ന് വിചാരിച്ചോണ്ട് ഒരെണ്ണം എടുക്കാതിരിക്കേണ്ട. കാരണം ഇതിലെല്ലാം നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരുന്നു. ഇതിലെല്ലാം ഈ ഒരു ബോർഡർ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബ്ലാക്ക് കളറിലാണ്. സോ ആ ഒരു ബോർഡർ ഇത് കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേണിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പാച്ച് പോലെ കൊടുക്കാം, ഏത് പാറ്റേണിലും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കും. ഇതിനകത്ത് എല്ലാം അങ്ങനെ തന്നെ വരും കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ. ഇങ്ങനെ വരുന്നു. അടുത്തത് ഇതിലും കോൺട്രാസ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേവി ബ്ലൂ കൊടുത്ത് ബോട്ടം കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ബ്രിക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി വരിക കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വരുന്ന ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു. ആൻഡ് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ഇതാ ഇങ്ങനെ വരുന്നു. ടോപ്പിന്റെ സെയിം ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. ആൻഡ് ദുപ്പട്ട വിത്ത് ടാസിൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മഹേശ്വരി സിൽക്കിൽ വിത്ത് ടാസിൽ വരുന്നത് വളരെ കുറവാണ് ദുപ്പട്ടകളെല്ലാം. ഇങ്ങനെ വരുന്നു ബോട്ടം പ്രിന്റ്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 2200. നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ. ആ സെയിം നമ്മളിപ്പോൾ കണ്ട സെയിം കളർ കോമ്പിനേഷനിലേക്ക് തന്നെ സ്ട്രൈപ്സ് വരുന്നു. ഇങ്ങനെ വരുന്ന ടോപ്പ്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ദുപ്പട്ടയുടെ എൻഡിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു പോർഷനാണ് ദുപ്പട്ടയുടെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ആ സെയിം ടോപ്പിന്റെ ഒരു ഡിസൈനും കുറച്ചൊരു ഫ്ലോറൽ പ്രിന്റും കൂടെ മിക്സ് ആയിട്ടാണ് ദുപ്പട്ടയുടെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇതാണ് കേട്ടോ ഫുള്ള് സെറ്റിന്റെ ലുക്ക്. സെറ്റിന്റെ പ്രൈസ് 2200. അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ബ്ലാക്കും ബേജും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരേ പാറ്റേണിലുള്ള ഒത്തിരി വേണ്ടല്ലോ നിർത്തോണ്ട് എടുക്കാത്ത. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ബോർഡർ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡറും നമ്മൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ബോർഡർ നമുക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പാറ്റേണിലൊക്കെ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോക്സ് ഡിസൈൻ പോലെയാണ് വരുന്നത് ടോപ്പ്. ഇങ്ങനെ വേണം. നമുക്കൊരു 49-50 ഇഞ്ചസ് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നല്ലൊരു സൈസിലും സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഇത് എല്ലാ സെറ്റ്സിലും ഉണ്ട്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ എൻഡിലായിട്ടും ഇതാ നല്ല ഭംഗിയുണ്ട്. ആൻഡ് വിത്ത് ടാസൽസ് ആണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ദുപ്പട്ടയുടെ എൻഡിലെ പ്രിന്റ് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടുള്ള സെറ്റാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ഇട്ട് നിൽക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാനത് വേറെ ഇത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇതിലുള്ള ഓരോ സെറ്റ്സും എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതേ പെർഫെക്ഷനിൽ നല്ല ഭംഗിയിൽ വരും. കാരണം അങ്ങനെ നമ്മൾ വളരെ സെലക്റ്റഡ് ആയിട്ടാണ് എല്ലാ ഫാബ്രിക്സും എടുക്കുന്നത്. നമ്മൾ വാരി വലിച്ചിങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ വളരെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഫാബ്രിക്സ്, 100% ഉറപ്പുള്ള ഫാബ്രിക്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. റണ്ണിങ് ഫാബ്രിക്സിലാണെങ്കിലും അതുപോലെ തന്നെ സൽവാറിലാണെങ്കിലും ഏതിലാണെങ്കിലും കേട്ടോ. അപ്പോൾ അതുപോലെ വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുക്കുന്ന കളക്ഷൻസ് ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. സെറ്റിന്റെ പ്രൈസ് 2200. അപ്പോൾ ഇത്രയായിട്ട് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.